ജനങ്ങളെ നന്മയിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ സംസാരങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ വിഷമം പറ്റിപ്പോയ മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, സംസാരങ്ങൾ, അതാണ് നമ്മുടെ നാവ് കൊണ്ട് നാം നിർവഹിക്കേണ്ട വലിയ ദൗത്യം. നാവ് കാരണമാണ്, നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞതിന്റെ പേരിലാണ് നരകവാസത്തിന്റെ ക്രൂരതയിലേക്ക്, ഭീകരതയിലേക്ക് ജനങ്ങളിൽ അധിക പേരും എത്തുക എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവിന്റെ വിന കാരണം നശിച്ചുപോയ ജനങ്ങൾ എത്രയാണ്! എന്നാൽ ഇതേ നാവ് ആശ്വാസങ്ങൾ പകരാൻ, നിസ്സഹായരുടെ മനസ്സുകളിൽ, നിരാലംബരുടെ മനസ്സുകളിൽ, വേദനയുള്ളവരുടെ മനസ്സുകളിൽ വേദന ആറ്റുവാൻ, അതുപോലെ സമാധാനത്തിന്റെ ഒരു സന്ദേശം സമ്മാനിക്കാൻ നമ്മുടെ ഈ നാവുകൾക്ക് ശേഷിയുണ്ട്. മറ്റൊരാളുടെ ദുഃഖം കഴുകിക്കളയാൻ എങ്ങനെ സംസാരിക്കണം എന്ന് പരിശീലിക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും. നോക്കൂ, നമ്മുടെ നാടുകളിലെല്ലാം മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല ഞെട്ടിക്കുന്ന മരണങ്ങളും നടക്കുന്നു. എന്നാൽ ഈ മരണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ, മരണവീടുകളിൽ മയ്യത്തിന്റെ സമീപത്ത് താസിയത്തിന്, ആ മരിച്ച വീടിന്റെ ആളുകളെ സമാധാനിപ്പിക്കുന്നതിന് പോകുന്നത് പ്രത്യേകം സുന്നത്തായിട്ടുള്ള ഒരു കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മരിച്ചവരുടെ ബന്ധുക്കൾ, ആ ബന്ധുക്കളെ നാം ചെന്നുകൊണ്ട് സന്ദർശിച്ച് സമാധാനിപ്പിക്കുകയാണ്. മരിച്ച ആളിന്റെ ഭാര്യയെ, ഇനി ആണുങ്ങളാണെങ്കിൽ മരിച്ചവരുടെ വീട്ടിലുള്ള ആണുങ്ങളെ, അവിടെ ചെന്നിട്ട് അവിടെയുള്ള ചെറിയവരെയും വലിയവരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം ആശ്വസിപ്പിക്കുക എന്നതിന്റെ പേരാണ് തഅസിയത്ത്. അത് ഇസ്ലാമിൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മാത്രമല്ല, അതൊരാൾ നിർവഹിച്ചാൽ അവിടെ ചെന്ന് നിങ്ങൾ വിഷമിക്കരുത്, മരണം അള്ളാഹു കണക്കാക്കിയ നേരത്ത് ഞാനും നിങ്ങളും ഒക്കെ മരിക്കേണ്ടവരാണല്ലോ, അള്ളാഹു ഈ ലോകത്ത് തന്നേച്ചു പോയ എന്തും അവൻ തിരിച്ചെടുക്കാൻ അധികാരമുള്ളവനാണല്ലോ, എപ്പോൾ അവൻ തിരിച്ചു ചോദിച്ചാലും നമ്മളത് കൊടുത്തല്ലേ മതിയാവും. മകൻ മരിച്ചവരോട്, അതുപോലെ ബന്ധുക്കൾ മരിച്ചുപോയ ദുഃഖങ്ങളിൽ നിൽക്കുന്നവരോട് ഈ ആശ്വാസത്തിന്റെ വർത്താനമാണ് നമ്മൾ ചെന്ന് പറയേണ്ടത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ومن عزى أخاه المؤمن كساه الله حلل الكرامة يوم القيامة. അന്ത്യനാളിൽ അള്ളാഹു ആദരവിന്റെ പുണ്യമായ വസ്ത്രങ്ങൾ സ്വർഗത്തിൽ അണിയിച്ചുകൊണ്ട് ആദരിക്കുമത്രേ ആശ്വസിപ്പിക്കാൻ പോയ മനുഷ്യരെ. ഒരു വേദനിക്കുന്ന തന്റെ കൂടപ്പിറപ്പിന്റെ, അല്ലെങ്കിൽ തന്റെ വളരെയധികം സ്നേഹിതന്റെ മരണത്തിൽ വിഷമിച്ച് വേർപാടിൽ ദുഃഖിച്ചു നിൽക്കുന്ന ആളെ പോയി ആശ്വസിപ്പിച്ചാൽ, ആ ആശ്വസിപ്പിച്ച കാരണത്താൽ സ്വർഗീയ ലോകത്ത് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവിന്റെ ഉടയാടകൾ നമ്മുടെ മേൽ അണിയിക്കും എന്നാണ്. നോക്കൂ, നമ്മുടെ നാടുകളിലൊക്കെ ചില വലിയ ദൗത്യങ്ങൾ, ചില രക്ഷാദൗത്യങ്ങളും അതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിച്ചവരെ പ്രത്യേകമായി നമ്മൾ ആദരിക്കാറുണ്ട്, പൊന്നാട അണിയിക്കാറുണ്ട്. ഇതുപോലൊരു ചടങ്ങ് സ്വർഗത്തിൽ നടക്കുമ്പോ ആ ചടങ്ങിലെ ക്ഷണിതാക്കൾ ആരാ? മരിച്ചുപോയ മനുഷ്യരുടെ ബന്ധുക്കളെ പോയി ആശ്വസിപ്പിച്ചവരാണ് എന്ന് പറയുമ്പോ എന്തുവല്ലാത്ത സ്ഥാനമാണ് ഈ ആശ്വാസത്തിന് ഇസ്ലാം നൽകുന്നത്. നമ്മുടെ തൊട്ടയൽപക്കങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്ന അമുസ്ലിമായ ആളുകളുടെ പേരിൽ വിഷമിച്ചു നിൽക്കുന്ന അമുസ്ലിങ്ങൾ ഉണ്ടാകും. അവരെയും ആശ്വസിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ മതക്കാരോടും എല്ലാ വിഭാഗക്കാരോടും സ്നേഹം പുലർത്തുന്ന ഒരു മതമാണ്, കാരുണ്യം പുലർത്തുന്ന മതമാണ്. സ്നേഹം പുലർത്തുന്നിടത്ത്, സഹായങ്ങൾ ചെയ്യുന്നിടത്ത്, സാമ്പത്തികമാവട്ടെ ഭക്ഷണപരമായിട്ടോ മറ്റോ ആവട്ടെ, ഒരു സഹായം ചെയ്യുന്നിടത്ത് മതം നോക്കാൻ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ മുസ്ലിങ്ങളായ ആളുകൾ സ്റ്റാറ്റസിലൂടെ, വാട്സപ്പിലൂടെ പകരണം. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ, അത് കഴിക്കുന്ന നമ്മളെ സെൽഫി എടുത്ത് പകർത്തി
അത് സ്റ്റാറ്റസ് വെച്ച് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത മനുഷ്യരൊക്കെ നമ്മൾ തിന്നുന്നത് കണ്ട് വെള്ളമിറക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി ഒരു സ്റ്റാറ്റസ് സൃഷ്ടിക്കുന്നതിൽ ഒരു വലിയ പുണ്യമില്ല എന്ന് മാത്രമല്ല, അത് പലപ്പോഴും നമുക്ക് നാശവുമാണ്. എന്നാൽ ഇസ്ലാം മറ്റെല്ലാ മനുഷ്യരോടും സ്നേഹിക്കാൻ പറയുന്നതിന്റെ സന്ദേശങ്ങൾ നമ്മൾ സ്റ്റാറ്റസ് ചെയ്യണം. നമ്മൾ വാട്സാപ്പിൽ സന്ദേശങ്ങളായി നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇസ്ലാമിനെ അറിഞ്ഞുകൂടാത്തവർക്കും അയച്ചു കൊടുക്കണം. ഇതാണ് ഇസ്ലാം എന്നവർ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് മറ്റുള്ളവരെ തട്ടിക്കൊണ്ടുപോവുക, മയക്കുമരുന്ന് കൊടുത്തും മയക്കി മതം മാറ്റുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പരിപാടി എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ലോഹയിട്ടവരും അല്ലാത്തവരുമായ മനുഷ്യർ ഒരുപാട് കുതന്ത്രങ്ങളുമായി നടക്കുന്ന കാലമാണ്. പാതിരിമാരും അച്ഛന്മാരും ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, സ്നേഹം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ ഏതു മതവിഭാഗങ്ങളുടെ ഇടയിലും തീവ്രവാദികളുണ്ട്, ഭീകരവാദികളുണ്ട്, വൃത്തികെട്ടവരുണ്ട്, കുതന്ത്രക്കാരുണ്ട്. മുസ്ലിമിന്റെ പേരും പറഞ്ഞ് തീവ്രവാദികൾ ഉണ്ടാവും. ക്രിസ്ത്യാനികളുടെ പേരിൽ തീവ്രവാദികൾ ലോകത്തെമ്പാടുമുണ്ട്. ഹൈന്ദവ മതത്തിന്റെ ചിഹ്നങ്ങളെയും മതാചാരങ്ങളെയും ഒക്കെ അതാ ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പേരിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ തീവ്ര ആശയങ്ങളും മറ്റു മതങ്ങൾക്കെതിരെ വിഷം തുപ്പുകയും ചെയ്യുന്നവരും യഥാർത്ഥത്തിൽ അവരുടെ മതങ്ങളിൽ പോലും വിശ്വസിക്കുന്നവരല്ല. ഇസ്ലാം മതത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സിറിയയിലോ യമനിലോ അഫ്ഗാനിലോ ഇറാഖിലോ പാകിസ്ഥാനിലോ ഒരു തീവ്രവാദ പ്രവർത്തനവും നടത്തുവാൻ കഴിയില്ലല്ലോ. ഇന്ത്യയിൽ നടത്തുവാൻ കഴിയില്ലല്ലോ. ലോകത്തൊരു രാജ്യത്തും വൃത്തികെട്ട തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഇസ്ലാമിന്റെ ഏതു പദമാണ് അനുവാദം നൽകുന്നത്? ഒരിക്കലും ഇല്ല. എല്ലാ മതങ്ങളെയും സ്നേഹിക്കാൻ എത്രത്തോളം അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്ന അനേകം അവിശ്വാസികൾ ലോകത്തുണ്ടാവും. അവരെ ഒന്നും പോയി നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. അവർ അവരുടെ മതവിശ്വാസവുമായി മുന്നോട്ട് പോകുമ്പോ അവരുടെ മതാചാരങ്ങളെ നിങ്ങൾ പരിഹസിക്കരുതേ, അതിന് നിങ്ങൾ ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യരുതേ. നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും മാന്യമായ പരിപാടി നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് മഹത്വമായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. മറ്റുള്ളവരുടെ മതത്തിന്റെ പോരായ്മകളെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്ത് ആ മതവിശ്വാസികളുടെ മനസ്സിൽ മുറിവുണ്ടാക്കുന്ന പരിപാടി ഒരു മുസ്ലിം വിശ്വാസി ചെയ്യരുതെന്നാണ് ഇസ്ലാം മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് എല്ലാ മതങ്ങൾക്കും ഒരു പാഠമാണ്. മറ്റു മതങ്ങളെ ചീത്ത പറയരുതെന്ന് മുസ്ലിമിനെ ഇസ്ലാം പഠിപ്പിക്കുന്നു, അള്ളാഹു പഠിപ്പിക്കുന്നു, പ്രവാചകർ പഠിപ്പിക്കുന്നു. ഇത് തന്നെ ആയിരിക്കണം മറ്റു മതങ്ങളുടെയും ആചാര്യന്മാർ മറ്റു മതവിശ്വാസികളെ പഠിപ്പിക്കേണ്ടത്. അതാ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മതം നിങ്ങളുടെ പെൺമക്കളെ മയക്കുമരുന്ന് നൽകി മയക്കിക്കൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് തന്റെ അയൽവാസിയായ മറ്റൊരു മതവിശ്വാസിയെ സംശയത്തോടെ നോക്കുന്ന അവസ്ഥയിലേക്ക് സ്വന്തം കുഞ്ഞാടുകളെ മാറ്റലല്ല ഇടയന്മാരുടെ ജോലി എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപരമത വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ട് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും സമ്പാദ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കുമെന്ന് കരുതി ഈ നാടിനെ വിറ്റുകൊടുക്കാൻ പാടില്ല എന്ന കാര്യം എല്ലാ മതമേലധ്യക്ഷന്മാരും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നോക്കൂ, ഈ നാട് സൗന്ദര്യമുള്ള നാടാണ്, നല്ല മനുഷ്യരുടെ നാടാണ്. ഇങ്ങനെയുള്ള നാട്ടിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇസ്ലാം ഇതാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു ബിഷപ്പിന്റെ പ്രസംഗവും ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിഷം തുപ്പിയ ആ വാചകങ്ങളെ സംബന്ധിച്ചാണ്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്താം. അതിൽ പറഞ്ഞ ഏറ്റവും വലിയ അബദ്ധം നമ്മൾ എല്ലാവരും ആലോചിക്കണം. അതെന്താണ്? അത് ഇസ്ലാം മതത്തെ വളരെയധികം പുച്ഛിക്കുന്ന സംസാരമാണ് ഒരു മതമേലധ്യക്ഷന്റെ കുപ്പായമണിഞ്ഞയാൾ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പാടില്ലാത്തതായിരുന്നു അത്. അതിനെ രാഷ്ട്രീയ കേരളം, സാമൂഹ്യ കേരളം അപലപിക്കേണ്ടതാണ്.
എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നല്ല ഒരു പദാവലിയാണ് ജിഹാദ് എന്ന് പറയുന്ന പദം. ഈ നാട്ടിൽ നന്മയുണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നതാണ് ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം. ആ മനോഹരമായ മതത്തിന്റെ പദത്തെ ഇസ്ലാം തന്നെ വെറുത്ത, ലോകം മുഴുവനും വെറുക്കുന്ന മയക്കുമരുന്ന് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ ലോബികളോട് ചേർത്ത് വെച്ചു കൊടുത്തു. അവർക്ക് ജിഹാദ് എന്ന പദം ചാർത്തിക്കൊടുക്കുകയാണ്. മറ്റൊരു മതത്തിന്റെ മേലധ്യക്ഷനായ ആൾ ഇസ്ലാം മതത്തിന്റെ പുണ്യമായ ഒരു പദത്തെ മറ്റൊരു കൂട്ടം ആളുകളുടെ വൃത്തികെട്ട പ്രവർത്തനത്തിലേക്ക് ചാർത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ മതത്തെ ഇതിലും വലുതായി അവഹേളിക്കാൻ ബാക്കിയുണ്ടോ? അതുകൊണ്ട് മതത്തെ പുച്ഛിക്കുക എന്ന, മറ്റൊരു മതത്തെ അവഹേളിക്കുക എന്ന വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് അദ്ദേഹം നടത്തിയതെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ബാധ്യതയുണ്ട്. അരമനകൾ കയറിയിറങ്ങുന്നവർ ഇതിനു വേണ്ടിയായിരിക്കണം ആ സന്ദർശനങ്ങൾ നടത്തേണ്ടത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇസ്ലാം എന്താണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്? സ്നേഹമാണ്, കാരുണ്യമാണ്, സന്തോഷമുള്ള വർത്തമാനങ്ങളാണ്, സ്നേഹം സ്ഫുരിക്കുന്ന സന്ദേശങ്ങളാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നത്. ഏതൊരു മതവിശ്വാസിക്കും വിഷമം വന്നാൽ അവരെ ആശ്വസിപ്പിക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവരെ സഹായിക്കണം എന്ന് ഇസ്ലാം പറയുന്നു. എത്രത്തോളം ഒരു മരണ വീട്ടിൽ ചെന്നാൽ ആ മരണ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന തഅസിയത്ത് എന്ന കാര്യം നിർവഹിക്കുമ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസിയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവരോട് പറയേണ്ട വാചകം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പറയേണ്ടത്? അഅളമല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊടുക്കണം എന്നാണ്. നമ്മൾ താസിയത്തിന് പോയാൽ, മരണ വീട്ടിൽ ചെന്ന് മരണപ്പെട്ട ആളിന്റെ ബന്ധുക്കളോട് നമുക്ക് ശരീരത്തിൽ സ്പർശിക്കാൻ കഴിയുന്ന അനുവാദമുള്ളവരാണെങ്കിൽ അവരെ തോളത്തോ ശരീരത്തിലോ കൈവച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട്, സ്ത്രീകളെ, പുരുഷന്മാരെ പറയണം, അഅളമല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക. ഈ പ്രാർത്ഥന വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ്. അതോടൊപ്പം അള്ളാഹു നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആൾക്ക് അതാ പുറത്തു കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് അള്ളാഹു നല്ല സമാധാനവും സന്തോഷവും ആശ്വാസവും മനസ്സിനൊരു റാഹത്തും തരട്ടെ എന്നാണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ പറയുന്നത്. എന്നാൽ ഒരു അമുസ്ലിമിന്റെ വിയോഗം കാരണം വിഷമിക്കുന്ന ഒരു മുസ്ലിമിനെയാണ് നമ്മൾ കാണാൻ പോകുന്നതെങ്കിൽ, അപ്പൊ ഒരു അമുസ്ലിം കൂട്ടുകാരനായോ അയൽപക്കത്തുള്ള ആളുമായോ ഉള്ള ഒരാളുണ്ടാവും, ഒരു മുസ്ലിം ഉണ്ടാവും. അവർക്ക് അവരുടെ അമുസ്ലിമായ ആ അയൽപക്കക്കാരൻ മരിച്ചു പോകുമ്പോ ചിലപ്പോൾ വിഷമമുണ്ടായി. അങ്ങനെ വിഷമമുണ്ടായാൽ അങ്ങനെയുള്ള മുസ്ലിമിനെ നമ്മൾ പോയി സന്ദർശിക്കുന്നു. എന്നിട്ട് അവരോട് എന്താ പറയാൻ ഇസ്ലാം പറയുന്നത്? എന്തിനാണ് ആ മുസ്ലിമിന്റെ പേരിൽ നീ വിഷമിക്കുന്നത്? നിനക്കൊന്നും വേറെ ജോലിയില്ലേ എന്ന് ചോദിക്കാനല്ല, അവനെയും ആശ്വസിപ്പിക്കണം എന്നാണ്. എന്താണ് അവനെ ആശ്വസിപ്പിക്കുമ്പോൾ പറയേണ്ട വാക്ക്? അഅളമല്ലാഹു അജ്റക വഅഹ്സന അസാഅക. ഇത്ര പറഞ്ഞാൽ മതി. അള്ളാഹു നിനക്ക് വലിയ പ്രതിഫലം തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് മാത്രമല്ല, അള്ളാഹു നിനക്ക് നല്ല ആശ്വാസവും മനസ്സിനൊരു സമാധാനവും തരട്ടെ എന്ന ഒരു മുസ്ലിമിന്റെ മരണത്തിൽ വേദനിക്കുന്ന മറ്റൊരു മുസ്ലിമിനെ ആശ്വസിപ്പിക്കാൻ പോകുമ്പോൾ പറഞ്ഞ വർത്തമാനത്തിന്റെ അതേ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇസ്ലാം കാണുന്നത്. ഇനിയൊരു മുസ്ലിമിന്റെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാളിന്റെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു അമുസ്ലിമിനെ കാണാൻ പോകുമ്പോഴും നമ്മൾ അവിടെ ചില വാക്കുകൾ പറയണം എന്നാണ്. ഒരു മുസ്ലിമാണ് മരിച്ചത്, ആ മുസ്ലിം മരിച്ചതിന്റെ പേരിൽ ഒരു അമുസ്ലിം വിശ്വാസി ദുഃഖിച്ചിരിക്കുകയാണ്. നോക്കൂ, ഇസ്ലാം ലോകത്തെ കാണുന്നത് അങ്ങനെയാണ്. മുസ്ലിം മരിക്കുമ്പോൾ അമുസ്ലിം ദുഃഖിക്കുന്നു, അമുസ്ലിം മരിക്കുമ്പോൾ മുസ്ലിം ദുഃഖിക്കുന്നു. അല്ലാതെ ആരാ മരിച്ചത്?
അതൊരു അമുസ്ലിമിന്റെ പേര് കേട്ട എന്നാ സാരമില്ല. അവിടെ ഒരു അപകടം നടന്നു. ആരാ മരിച്ചത്? മുസ്ലിമാണ്. ഓ, എങ്കിൽ അത് പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു സംസ്കാരം ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. ഇതാ, അതിന് പോലും അയാളെടുത്ത് പോയിട്ട് ആ അവിശ്വാസിയായ അമുസ്ലിമായ മനുഷ്യന്റെ അരികിൽ പോയി പറയേണ്ട വർത്തമാനം എന്താണ്? ഒരു മുസ്ലിം വിശ്വാസി മരിച്ചതിന്റെ സങ്കടത്തിൽ നിൽക്കുന്ന അമുസ്ലിമിനോട് പറയണം, ഗഫറല്ലാഹു ലിമയ്യിതിക് വഅഹ്സന അസാഅക്. നിനക്ക് അല്ലാഹു സമാധാനം തരട്ടെ, നിനക്ക് പടച്ചോൻ സമാധാനം നൽകട്ടെ എന്ന വാചകം ആശ്വാസമായി നമ്മൾ പറയാണ്. സാമൂതിരിയും അതുപോലെ നമ്മുടെ കേരളത്തിൽ മനോഹരമായ സന്തോഷമായ സൗഹാർദ്ദം നിലനിന്ന ഒരു കാലഘട്ടം, സമോറിയൻസ് എറ, കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എത്ര ബന്ധത്തിലാണ് സാമൂതിരിയും മുസ്ലിമീങ്ങളും ഈ നാട്ടിൽ ജീവിച്ചത്. മഖ്ദൂമുമാരെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ മഖ്ദൂമുമാർ സാമൂതിരി രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹസ് സാദാത്തു അൻതും റജാഉന, അല്ലയോ രാജാവേ, അല്ലയോ നേതൃത്വമേ, നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന്. സാമൂതിരി രാജാവിന്റെ ഭരണത്തിന്റെ സുമോഹനമായ മുന്നോട്ട് പോക്കിന് വേണ്ടി, സുന്ദരമായ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം പള്ളികളിൽ പ്രാർത്ഥന നടന്നിരുന്നു. വെള്ളിയാഴ്ച പള്ളികളിൽ പോകാതിരിക്കുന്ന മുസ്ലിമീങ്ങളെ സാമൂതിരി രാജാവ് ശിക്ഷിക്കുക പോലും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മതസൗഹാർദ്ദത്തിന്റെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ നാടിനെ വർഗീയതയുടെ, വിഭാഗീയതയുടെ, രൂക്ഷമായ സംഘട്ടനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെയാണ് നമ്മുടെ രാജ്യം ഒന്നടങ്കം തിരിച്ചറിയേണ്ടത്. അവരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. അവരുടെ അരമനകളിൽ ചെന്ന് അംഗീകാര പതക്കം നൽകി സംസാരിക്കുന്ന ആ മന്ത്രി പൂങ്കവന്മാരെ അല്ല നമ്മുടെ നാട് ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും എന്നു മാത്രം ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ നമുക്ക് പറഞ്ഞ് ഈ ആത്മീയ മാർഗത്തിലൂടെ ജീവിച്ചു വരികയും ചെയ്യുന്ന ഒരു മുസ്ലിം എന്നും എല്ലാവരോടും സ്നേഹമുള്ളവനാണ്. എന്നാൽ നമ്മുടെ മതവിശ്വാസത്തിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പോലും പാടില്ല. അതാണ് ഇസ്ലാം. അവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ മതം വിട്ടിട്ടുള്ള കളി അങ്ങനെ വേണ്ടതില്ല. അങ്ങനെ ആരും ചെയ്തിട്ടും ഇല്ലല്ലോ. നമ്മുടെ പൂർവികരായ മഹാന്മാർ, മമ്പുറന്തങ്ങൾ കോന്തുനായരുമായി എന്തൊരു ബന്ധമായിരുന്നു. കുഞ്ഞായി മുസ്ലിയാരും അങ്ങാട്ടച്ഛന്റെയും കഥകൾ ഒരുപാട് പൊടിപ്പിടി തൊങ്ങലും വെച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പലരും വിചാരിക്കണ അങ്ങനെ രണ്ടാളില്ലെന്നാണ്, അത് വെറും കഥാപാത്രങ്ങളാണെന്നാണ്. അല്ല, അങ്ങാട്ടച്ഛന്റെ കൂടെ ജീവിച്ചു എന്ന് പറയുന്ന ഈ കുഞ്ഞായി മുസ്ലിയാർ വലിയ ഒരു സൂഫി പണ്ഡിതനാണ്, ഒരു മഹാനാണ്. അദ്ദേഹം ആത്മീയ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് കക്കപ്പാട്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് സൂഫി കവിതകളൊക്കെ രചിച്ചിട്ടുള്ള മഹാനാണ്. ആ മഹാന്റെ സന്തത സഹചാരിയായി അവിടെ നിന്ന് കൂടെ എപ്പോഴും തമാശക്ക് കൂടെ ചേർത്തിരുന്ന മങ്ങാട്ടച്ഛൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം വിശ്വാസിയാണ്. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോഴും കുഞ്ഞായി മുസ്ലിയാർ മങ്ങാട്ടച്ഛന് വേണ്ടിയിട്ട് നിസ്കരിക്കാതിരുന്നില്ലല്ലോ, നോമ്പ് നോൽക്കാതിരുന്നില്ലല്ലോ. നമ്മുടെ ആരാധനകളും നിഷ്ഠകളും ഇസ്ലാമികമായിട്ടുള്ള എല്ലാ പരിപാടികളും കൃത്യമായി ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ മതവിശ്വാസികളോടും അതിൻ്റെതായ പരിധിയിൽ നിന്നുകൊണ്ട് സ്നേഹം പുലർത്താൻ ഇസ്ലാം അനുവാദം തരുന്നുണ്ട്, ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം മതത്തെ പഠിച്ച എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് തീവ്രവാദമാണ്, ഭീകരവാദമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില മുസ്ലിങ്ങളുടെ പേരിലുള്ള ചില ആളുകൾ ലോകത്തിന്റെ ചില ഭാഗങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ടാവും. നമ്മളും അവർക്കെതിരാണ്. ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഭീകരതയും തീവ്രതയും പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കും എതിരാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അറിയാം. ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അറിഞ്ഞുകൂടെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദങ്ങൾക്കും എതിരാണെന്ന്? അല്ലെങ്കിൽ ഈ ഭീകരവാദികളും തീവ്രവാദികളുമായി വരുന്ന ഈ മുസ്ലിം പേരുള്ള ആളുകൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്?
അവരുടെ രാജ്യങ്ങളിലെ പാരമ്പര്യ മുസ്ലിമീങ്ങളെയാണ് എന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇങ്ങനെയുള്ള പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ചിരുട്ടാക്കി ഇവിടെ വിഭാഗീയതയും വർഗീയതയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ. എന്നാൽ മുസ്ലിമിന്റെ പേരിലുള്ള ചില ആളുകൾ തീവ്രവാദം പ്രചരിപ്പിച്ച മുസ്ലിം തീവ്രവാദം, ജിഹാദി എന്ന് വിളിക്കും. എന്നാലോ ക്രിസ്ത്യാനികളുടെ അതേ മതം വിശ്വസിക്കുന്ന ചില ആളുകൾ നോക്കൂ, ഒരാൾ അദ്ദേഹം എന്താണ് ചെയ്തത്? നിരവധി പള്ളികളിൽ കയറിയിട്ട് 50ഓളം മനുഷ്യരെ അതിക്രൂരമായി വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. നമ്മളാ വല്ലാത്ത വാർത്ത, എന്നിട്ടത് ഫേസ്ബുക്കിലൂടെ അതിന്റെ ലൈവായിട്ടുള്ള ദൃശ്യങ്ങൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ആ കാഴ്ച കണ്ടതല്ലേ? അദ്ദേഹത്തിന്റെ മതം ഏതാണെന്ന് നോക്കിയിട്ട് ആ മതവിഭാഗത്തെ മുഴുവൻ കുരിശു തീവ്രവാദികൾ എന്ന് ആരെങ്കിലും പറഞ്ഞു? അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ഒരു മതത്തിന്റെയും പേര് ചേർത്ത് വൃത്തികേടുകൾ നമ്മൾ പരിചയപ്പെടുത്താറില്ല. ഏതെങ്കിലും മതത്തിന്റെ ആളുകള് മയക്കുമരുന്നിന്റെ പേരിൽ പിടിക്കപ്പെട്ടുമ്പോ അതിന് കുരിശിനോടോ അല്ലെങ്കിൽ ക്ഷേത്രത്തോടോ മറ്റേതെങ്കിലും മതചിഹ്നങ്ങളോടോ ചേർത്ത് നമ്മൾ പറയാറില്ല. ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കൾച്ചറാണ്. എന്നാൽ മുസ്ലിങ്ങൾ ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ മാത്രം ആ മുസ്ലിമീങ്ങളെ മുസ്ലിം തീവ്രവാദി എന്നും ജിഹാദി എന്നും ഒക്കെ വിളിച്ച് ഇസ്ലാമിന്റെ മനോഹരമായ പദം വൃത്തികേടിനോട് ചേർത്ത് വെക്കുന്ന പ്രവണത അതൊരിക്കലും ശരിയല്ലെന്നുള്ള അതിശക്തമായ പ്രഖ്യാപനം അത് നാം നടത്തേണ്ടതുണ്ട്. അത് എല്ലാവരോടും നമ്മൾ പറയേണ്ടതുണ്ട്. അത് വളരെ മോശമായ പ്രവൃത്തിയാണ്. അത്തരം പ്രവൃത്തിയിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കേണ്ടതുണ്ട്. ഈ ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കുകയും എല്ലാ നല്ല സ്നേഹത്തിന്റെ ഭാവങ്ങളും ലോകത്തിന് മുഴുവൻ തുറന്നു കൊടുക്കും. അതാ റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. റബീഉൽ അവ്വൽ ഹബീബായ തിരു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമാണ്. പ്രവാചകരെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുക്കയും അങ്ങ് കാരുണ്യമാണ്, റഹ്മത്താണ്. എല്ലാവർക്കും കാരുണ്യമായിട്ടാണ് അങ്ങയെ നാം നിയോഗിച്ചത് എന്നാണ് പ്രവാചകരെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് മാത്രം കാരുണ്യം എന്നല്ല, എല്ലാ മതവിശ്വാസികൾക്കും കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാ വിഭാഗങ്ങൾക്കും കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പരിചയപ്പെടുത്തിയ ഖുർആനിന്റെ അനുയായികളെ ഒരിക്കലും തീവ്രവാദത്തിന്റെ ആലയിൽ ചേർത്തുകെട്ടാൻ, വർഗീയതയുടെ ആളുകളാക്കി മാറ്റാൻ ആരും ശ്രമിക്കരുത്. അത് വളരെ മോശമായ പ്രവൃത്തിയാണ് എന്ന സന്ദേശമാണ് നമുക്കെല്ലാവരോടും പറയാനുള്ളത്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദിക്റുകളിലും ഈ ആത്മീയ മാർഗത്തിലും ജീവിക്കുന്ന മുഴുവൻ മതവിശ്വാസികളും അവരൊക്കെ സൂഫി ഇസ്ലാമിന്റെ സുന്നി വിശ്വാസം എന്ന് നമ്മൾ കേരളത്തിൽ പറയുന്ന ഈ നല്ല വിശ്വാസത്തിന്റെ ആളുകൾ അവരെന്നും ഫ്രറ്റേണിറ്റിയുടെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും ആളുകളാണ്. ഒരിക്കലും വിദ്വേഷ പ്രചാരണങ്ങളോ ഒരിക്കലും അപകടകരമായ അക്രമപരമായ പ്രവർത്തനങ്ങളോ പ്രോത്സാഹിപ്പിക്കുന്നവരോ അത് ചെയ്യുന്നവരോ അല്ല. അതിൽ നിന്ന് വിരുദ്ധമായി പാരമ്പര്യ മുസ്ലിം ശൈലികളിൽ നിന്ന് മാറി ജീവിക്കുന്ന പൂർവിക മഹത്തുക്കളുടെ ഒന്നും ജീവിതം ഞങ്ങൾ അനുധാവനം ചെയ്യില്ല, ഞങ്ങൾ ഫോളോ ചെയ്യില്ല, ഞങ്ങൾ ഇസ്ലാമിനെ ഖുർആനിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ് എന്ന് പറയുന്ന തീവ്രവാദികളാണ് ലോകത്തുള്ളത്. അവർ ഖുർആൻ പഠിപ്പിച്ച മഹാന്മാരുടെ ജീവിത വഴി ഫോളോ ചെയ്യുന്നേയില്ല. അവർ സ്വഹാബികളെ വെറുക്കുന്നവരാണ്. തീവ്രവാദികളായിട്ടുള്ള ആളുകളുടെ ലൈഫ് എടുത്ത് പഠിക്കൂ, അവരുടെ സന്ദേശം നിങ്ങളൊന്ന് കേൾക്കൂ. അവർ മഖാമുകൾ പൊളിക്കുന്നു. ഏത് മുസ്ലിം പാരമ്പര്യ വിശ്വാസികളുടെ പൂർവിക മഹത്തുക്കളുടെ മക്ബറകൾ പൊളിക്കുകയാണ് ISIS എന്ന തീവ്രവാദികൾ.
അൽ ഖായിദ എന്ന തീവ്രവാദികൾ, ലോകത്ത് വന്ന എല്ലാ തീവ്രവാദികളും ആദ്യമായി ഒരു തീവ്രവാദ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ള ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന നജ്ദിലെ ഉയൈനായിൽ AD 1703 ജന്മം കൊണ്ടിട്ടുള്ള ആൾ, അയാൾ ഉണ്ടാക്കിയ അൽ ഇഖ്വാൻ എന്ന തീവ്രവാദ പ്രസ്ഥാനം, അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. അൽ ഇഖ്വാൻ കാണിച്ചു കൊടുത്തൊരു ശൈലിയുണ്ട്. എന്താണ്? സ്വഹാബിമാരുടെ പോലും ഖബറുകൾ തകർത്തു കളഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോയവർ, ഉംറക്ക് പോയവർ മക്ക മദീന പരിസരങ്ങളിൽ വലിയ ഉയർത്തിക്കെട്ടിയ മക്ബറകൾ, മഖാമുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെല്ലുമ്പോ ഖബറുകളെല്ലാം ഇടിച്ചു നിരപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ തീവ്രാശയക്കാരുടെ ഭരണങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് മാറി ജീവിക്കുന്നവർ, അവർ മുസ്ലിങ്ങളുടെ തന്നെയും എതിരാളികളാണ്. മുസ്ലിം മഹാരഥന്മാരായിട്ടുള്ള ആളുകളുടെ ഖബർ പൊളിക്കുന്നവരാണ്. അവർ നടത്തുന്ന പ്രവർത്തനത്തെയാണോ ജിഹാദ് എന്ന് പറയുന്നത്? അതിനെയാണോ ഇസ്ലാമിനോട് ചേർത്ത് വെക്കുന്നത്? ഒരിക്കലും സാധ്യമാകാത്ത ഒരു കാര്യം, ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം. അത്തരം ആളുകളുമായി ഇസ്ലാമിന് ബന്ധമില്ല. ഈ ഇസ്ലാമിന്റെ പൂർവിക മഹത്തുക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സൂഫി ഇസ്ലാമിനെ ജനങ്ങൾ അറിയണം. വിർദുൽ ലത്തീഫുകളിലൂടെ, അതാ ഹദ്ദാദ് റാത്തീബുകളിലൂടെ മനോഹരമായ ഈ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം ഇവിടെ പുഷ്കലമായി എന്നെന്നും നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മുടെ മക്കൾ ഈ ദിക്റിന്റെ ആളുകളാകണം, ഈ നല്ല ആശയത്തിന്റെ ആളുകളാവണം. അവർ വൈകാരികതയിലേക്കും തീവ്രതയിലേക്കും വൃത്തികേടിലേക്കും വഴിപിഴച്ചു പോകാതിരിക്കണം. അതിനേറ്റവും നല്ല മാർഗം നമ്മളെല്ലാവരും നമ്മുടെ മക്കളെയെല്ലാം മഹാന്മാരുമായി ബന്ധപ്പെടുന്ന മക്കളാക്കി തീർക്കുക. മഹാന്മാരുമായി, അവർ മരിച്ചു പോയവരാകട്ടെ, ആ മഹാന്മാരുടെ ചരിത്രം നമ്മൾ മക്കളെ പറഞ്ഞു കൊടുക്കുക. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായിയുടെ, ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനിയുടെ, സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു അസ്റാറഹും വനഫഅനാ ബിഹിം ഫിദ്ദാറൈൻ, ഈ മഹാന്മാരുടെ ഒക്കെ ചരിത്രം നമ്മുടെ മക്കൾ കേൾക്കുകയും നമ്മുടെ മക്കൾ അവരുടെ ഫോളോവേഴ്സ് ആവുകയും ചെയ്യണം. അങ്ങനെ ആയി മാറിയാൽ ഇവിടെ സമാധാനത്തിന്റെ ഇസ്ലാമിക സമൂഹം വ്യാപിക്കും, വൃത്തികേടുകൾ ഇല്ലാതാവും. അതുകൊണ്ട് ആ ധാരയാണ് നാം പരിചയപ്പെടുത്തുന്നത്. അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ശൈലിയാണ് നാം പ്രചരിപ്പിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തഅസിയത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ തുടങ്ങിയത്. തഅസിയത്ത്, മരിച്ച വീട്ടുകാരെ ആശ്വസിപ്പിക്കൽ വലിയ പുണ്യകർമ്മമാണ്. 3 ദിവസങ്ങൾ മരണപ്പെട്ടത് മുതൽ അത് നിർവഹിക്കേണ്ടതാണ്. 3 ദിവസത്തിന് ശേഷം പിന്നെ തഅസിയത്ത് എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് പോകുന്നതും ആശ്വസിപ്പിക്കുന്നതും നല്ലതല്ലാത്ത പ്രവർത്തനവുമാണ്. അങ്ങോട്ട് പോകരുതെന്നല്ല, തഅസിയത്ത് എന്ന കാര്യം 3 ദിവസം കൊണ്ട് അവസാനിക്കും. എന്നാൽ മരണപ്പെട്ട സമയത്ത് നാട്ടിലില്ലായിരുന്നു ഇയാളെങ്കിൽ അയാൾ എപ്പോഴാണോ നാട്ടിലെത്തിയത് അതുമുതലാണ് അയാളുടെ തഅസിയത്തിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ മരണവാർത്ത അറിയാൻ ഒരൽപ്പം വൈകിപ്പോയി, എന്നാൽ അയാൾ അറിഞ്ഞതു മുതലാണ് അയാളുടെ തഅസിയത്തിന്റെ ടൈം ആരംഭിക്കുന്നത്. അങ്ങനെ ആശ്വസിപ്പിക്കുക, എല്ലാവരെയും സമാധാനിപ്പിക്കുക. നമുക്ക് അല്ലാഹു തന്ന ആരോഗ്യവും നാവും ചിന്തയും നമ്മുടെ ആശയങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ വേദനകൾ അകറ്റാൻ ഉപയോഗിക്കുക എന്ന ഇസ്ലാമിന്റെ മനോഹര സന്ദേശം. ഇവിടെ ഒരാളുടെ വേദന അകറ്റിയാൽ, വിഷമം മാറ്റിയാൽ, ദുഃഖം നീക്കിയാൽ, അല്ലാഹു നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ പ്രയാസവും നിങ്ങൾ അകപ്പെടാൻ പോകുന്ന കഷ്ടപ്പാടും അല്ലാഹു നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റും എന്നുള്ളതാണ് ഇസ്ലാം പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മളെ നന്മയുടെ ആളുകളാക്കി തരട്ടെ, സമാധാനത്തിന്റെ ആളുകളാക്കി തരട്ടെ. സന്തോഷപൂർവമായി സർവ ജനവിഭാഗങ്ങളോടും സ്നേഹത്തിൽ ജീവിക്കുന്ന, നല്ല ഇസ്ലാമിക വിശ്വാസം ജീവിതത്തിൽ പുലർത്തുന്ന നല്ല മുഅ്മിനീങ്ങളായി അല്ലാഹു നമ്മളെല്ലാവരെയും മാറ്റിത്തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എങ്ങും പാരന്നിടും
ആ ധ്വനി